നമ്മൾ സാധാരണ ഒരു ചാപ്റ്റർ പഠിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം ഒരു ചാപ്റ്റർ വായിക്കും, എന്നിട്ട് അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. പക്ഷേ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, ഈ ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. എന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വായിച്ച് പഠിച്ച് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് പകരം ആദ്യം എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് പോവുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ശരിക്കും വായിക്കുക. മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ കുറേ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ അവസാനം വരുമ്പോഴേക്ക് എൻ്റെ ഉള്ളിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് ചെയ്യുക, ഇന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇന്നതിൻ്റെ ആൻസർ എന്തായിരിക്കും. എന്നിട്ട് നമ്മൾ ആ ചാപ്റ്റർ വായിച്ച് തുടങ്ങുകയാണെങ്കിൽ ആദ്യത്തെ 1-2 പാരഗ്രാഫ് കഴിയുമ്പോഴേക്കും നേരത്തെ ഉള്ളിലുള്ള കുറേ ക്വസ്റ്റ്യൻസിന് 1-2 ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അതെന്നെ കുറേ കൂടി ഇൻട്രസ്റ്റഡ് ആക്കും. അപ്പോൾ അടുത്ത ടോപ്പിക്, അടുത്ത പോർഷൻ വായിക്കുന്ന സമയത്ത് വീണ്ടും കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഞാൻ ഓരോ തവണ വായിക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിലുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ആൻസർ കിട്ടി പോവാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ആ വായന ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. അത് എനിക്ക് പഠിക്കലും ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനേക്കാൾ ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. അപ്പോൾ എനിക്ക് പഠനം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി പറ്റും.